തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലെ പരസ്യ പ്രചാരണം നാളെ സമാപിക്കും. ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ്. പ്രചാരണം അവസാന മണിക്കൂറുകളിലേക്ക് കടന്നതോടെ നാടും നഗരവുമെല്ലാം തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടന്നുകഴിഞ്ഞു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള തെക്കൻ ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. നാടിന്റെ മുക്കിലും മൂലയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അലയുലുകളെത്തിച്ച 20 ദിവസത്തോളം നീണ്ടുനിന്ന ആവേശം നിറഞ്ഞ പ്രചരണത്തിനാണ് നാളെ വൈകുന്നേരം തിരശ്ശീല വീഴുന്നത്. പ്രാദേശിക ഭരണകൂടങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പായിരുന്നെങ്കിലും പൊതുരാഷ്ട്രീയ വിഷയങ്ങൾക്ക് തന്നെയായിരുന്നു പ്രചരണ രംഗത്ത് മേൽക്കൈ. വികസന ക്ഷേമകാര്യങ്ങൾ പ്രാദേശിക തലത്തിൽ ഒതുങ്ങിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതി, ശബരിമല സ്വർണ്ണക്കൊള്ള, ജമാഅത്തെ ഇസ്ലാമി ബന്ധം, CPM BJP അന്തർധാര, ദേശീയപാത തകർച്ച തുടങ്ങിയവയാണ് രംഗം കൈയടക്കിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ LDF ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിലാണ് ഊന്നിയത്. ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടി പോകേണ്ട ഗതികേട് ഞങ്ങൾക്കുണ്ടായിട്ടില്ല. UDFന്റെ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കുന്നിടം വരെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി ആ അവകാശം അവർക്ക് വിട്ടുകൊടുക്കുന്ന നിലയിലേക്ക് UDF മാറിയിരിക്കുന്നു എന്നതും കാണാൻ നമുക്ക് കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ പ്രതിരോധത്തിലായെങ്കിലും പ്രചരണം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്നെ ഉറപ്പിച്ചു നിർത്താൻ UDF ശ്രമിച്ചു. ഇതെല്ലാം ചെയ്യുന്നത് കേരളത്തിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് അവസാനിപ്പിക്കുവാൻ വേണ്ടിയും ആ സ്വർണ്ണക്കൊള്ള ജനങ്ങളുടെ മുമ്പിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയും ഇതുപോലെ പല കാര്യങ്ങളും നീട്ടിക്കൊണ്ട് പോകുന്നത്. ഈ മാസം 11-ന് വോട്ടെടുപ്പ് നടക്കുന്ന തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള വടക്കൻ ജില്ലകളിലെ പ്രചരണം 9-ന് സമാപിക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.